നിങ്ങൾ കാണുന്ന ബസ് നിങ്ങളാണോ? ഞാനും ബസ്സിലാണ് വരണ്ടേ അപ്പം? ഞാൻ ഓടിക്കാൻ ചെയ്തത് അതല്ലേ എന്റെ ഭംഗി. ഇത്ര ആളോ? ഹലോ എല്ലാവർക്കും താങ്ക് യു. കഴിവേറി ചന്ദ്ര ചന്ദ്ര ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് സൈക്കിൾ ആണോ ലോഞ്ച് ചെയ്യുന്നെങ്കിൽ ചന്ദ്രൻ എന്ത് ചെയ്യും? എന്നാ നിന്നെ ഞാൻ വിളിക്കും, നല്ല വിളിക്കും, അതിലൊരു വിഷയമില്ല. റാപ്പാണല്ലേ? റാപ്പാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന തള്ളേരെ നീ കണ്ടോ? കണ്ണാപ്പിയുടെ സൈക്കിൾ ലോഞ്ച് ചെയ്യാൻ ഇത്ര പേര് വന്നേല് സന്തോഷം. നീ വന്നോടാ. എടേ ഇത് നിശ്ചയം തന്നെയാണ് ചന്ദ്ര. അലീന ഇത് പ്രാങ്കാ. കുട്ടിക്കളിക്കാണോ എത്ര ഗ്യാങ്ങിനെ വിളിച്ചെടുത്തേക്കുന്നത് നോക്ക്. പിന്നെ ഇത്രയും നേരം അവിടെ ചെല്ലുമ്പോ സൈക്കിള് വല്ലോ ആണോ? ചുമ്മാ കളിയാക്കല്ലേ. ആ ബേബി ക്രാഡില് കാണിച്ചു തരാം. അത് എത്ര ഇക്രമാനെ കണ്ണാപ്പിയാണ് വണ്ടി എടുക്കുമ്പോ അതൊരു പവർ വണ്ടി ആയിരിക്കത്തില്ലയോ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അത് വൃത്തിയായിട്ടല്ല, അത് നീ വളി വിട്ട മണമാണ്. കുളിച്ചേട്ടല്ല, നീ വളി വിട്ടാണ്. ചന്ദ്ര കൊണ്ടുവന്നേ ഇവിടൊന്നും അല്ല ലൊക്കേഷൻ. അലീന നീ വിളിച്ചെനിക്ക് വണ്ടി തരുന്നുണ്ട്, ഓർമ്മണ്ടാ? നീ ഡ്രസ് വിടറാ തോക്കൊക്കെ റീലോഡ് കൊല്ലുള്ള ഡ്യൂപ്ലിക്കേറ്റ് തന്നോ ഞാൻ പറഞ്ഞില്ലേ ഒറിജിനൽ. അത് എടി അത് കേട്ടോ. നടന്നോ? ചന്ദ്ര വാ, ചന്ദ്ര ഫ്രണ്ടി വാ. ചന്ദ്ര ചന്ദ്ര സാധനം വരും. ഒന്നുമില്ല. ഞാൻ ഫ്രണ്ട് ഉണ്ട്. ഒരു ലോറി കിടപ്പുണ്ട്. കണ്ണാ എന്തോ ചന്ദ്രയോട് ചന്ദ്ര ഫ്രണ്ടി വാ. ചന്ദ്ര ഞാൻ സാരിയുണ്ട്. കുട്ടാ പറ ഗിഫ്റ്റ്. എല്ലാരും റെഡി അല്ലേ? റെഡി. ആരാ ചാവാൻ പോകുന്നേ? On the count of 3. മൃഗശാല വണ്ടി വരട്ടെ. അയ്യേ കൊച്ചു ടോയ്. കുഞ്ചുന്റെ ടോയ്. കണ്ണ് നോക്കടാ. കുഞ്ചുന്റെ ടോയ്. ലൈറ്റ് ചന്ദ്ര വണ്ടിയൊക്കെ ഉണ്ട്.
ഓ തീ കണ്ണ് കേട്ടോ കണ്ണ് തീ ചന്ദ്രന്റെ കണ്ണ് നോക്കി എന്റെ കണ്ണ് നോക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവർക്കും നന്ദി കേട്ടാ ഉണ്ട് കൊള്ളാം ഇന്ന് മുതൽ എന്റെ അതൊക്കെ അത്ര കണ്ണ് നോക്ക് കണ്ണ് നോക്ക് ആ അത്ര ഉള്ളതേ ബാക്കിലെ സ്ലീവർക്ക് ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് അത് നാളെ മാറ്റും അല്ല ഇതല്ല ഇതിന്റെ ക്ലാരിറ്റി ഇതല്ല ലിവർക്ക് ചെറിയൊരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ട് അത് നാളെ മാറ്റും വണ്ടിക്ക് എന്താണ് കഴിച്ചൊരു കുറവ് ഹലോ 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 കണ്ണമോനെ ഹലോ നിങ്ങൾ വരുന്നുണ്ടോ ഹലോ അല്ല വണ്ടി നോക്കി ചന്ദ്ര വണ്ടിയാരെ പോയിട്ടുണ്ട് ചന്ദ്ര വണ്ടിയാരെ പോയിട്ടുണ്ട് അല്ല ബ്രോ ബ്രോ ഞാനൊന്ന് ഓടിച്ചോക്കട്ടെ ആ ഓക്കെ ഓക്കെ ഞാൻ ഓടിച്ചോക്കട്ടെ ചന്ദ്രു വാ കേറ് ചന്ദ്രു വാ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ കാണിച്ചു തരാം വാ കേറ് ചന്ദ്രു ഓക്കെ ഇതെങ്ങനെ ഓഫ് ചെയ്യുന്ന ഇതെങ്ങനെ ഓഫ് ചെയ്യുന്ന എങ്ങനെ അതല്ല കണ്ണ് ഓഫ് ചെയ്യുന്ന എങ്ങനെ കണ്ണ് ഹലോ ഓ എന്തോ എടാ അത് റിമൂവ് MCQ എന്നടിച്ചേ ഓക്കെ അല്ലേ T/reset MCQ വലിയവിടെ T/reset MCQ നോക്കട്ടെ ആ റീസെറ്റ് എംസിക്ക് അടിച്ച് സ്റ്റാറ്റിക് ആവും നിനക്ക് തിരിച്ചു വരണമെങ്കിൽ റീപ്ലേസ് MCQ എന്നടിച്ചാൽ മതി അത് വന്നോളൂ ഓക്കെ ഓക്കെ ബസ്സൊക്കെ പോയേട്ടാ വന്ന ബസ്സൊക്കെ ആൾക്കാർ അപ്പൊ തന്നെ തിരിച്ചു പോയി ലോഞ്ച് കഴിഞ്ഞത് ആ ചന്ദ്രു നോക്ക് ലിവർ കിറ്റ് പ്രശ്നമുണ്ട് ചന്ദ്രു അത് നാളെ റെഡിയാക്കും അതെ അതെ കുഴപ്പമില്ല ചന്ദ്രു കണ്ണന്റെ കിട്ടില്ല വണ്ടി ഏട്ടാ നമ്പി താങ്ക്സ് ചന്ദ്രു താങ്ക്സ് വിക്രമനൊക്കെ തിരിച്ചു കയറി പോയേട്ടാ പറഞ്ഞ വാക്കിനെ തുപ്പിട്ട് ഇറങ്ങിപ്പോയത് ഇത് എത്ര പേര് കയറാം 4 സീറ്റർ ആണ് ഇത് ഇത് 2 സീറ്ററാ ഇത് ഒടുക്കത്താൻഡിങ് ഒടുക്കത്താൻഡിങ് വിഷയമാണ് മനസ്സിലാവുന്നുണ്ട് ഈ കണ്ണ് അനിമേഷൻ വെക്കാനായിട്ട് എത്ര നേരം എടുക്കുന്ന അറിയാം നിങ്ങൾക്ക് അത് അവന്മാര് ചെയ്തോണ്ട് കണ്ണ് നല്ലത് നീ പറയും എന്തിനാ ഈ ടിവിയുടെ പേര് കൂട്ടി നമ്മളെ കൂടെ ധാരിച്ചത് പവറിന്റെ ടിവി വണ്ടിയോ അരിയോ എന്താ ചേർക്ക് എന്തിനാണ് നമ്മൾ മാറ്റിച്ചത് ചന്ദ്ര എങ്ങനെയുണ്ട് ഇതിന് വണ്ടി ഇത് പൊടിയൻ ഇറങ്ങിയോ ചന്ദ്ര കത്തി ഹലോ 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 എന്താ കേക്കാത്ത ഹലോ ഹലോ
വണ്ടിക്ക് ഒരു കുറവില്ല. നിങ്ങൾ ചുമ്മാ ഈ തമാശക്ക് പറഞ്ഞല്ലോ. വണ്ടി നിങ്ങൾക്ക് ഓവറോൾ നോക്കിയിട്ട് ആ അനിമേഷൻ ഒക്കെ ചെയ്യണമെങ്കിലേ അത് ഇച്ചിരി നല്ല പാട് തന്നെയാണ്. ഈ എൽ കാർ എന്നൊക്കെ പറയുന്നവന് ആ അനിമേഷൻ സിറ്റിയിൽ ഒരുത്തനും ഇതുവരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഒരുത്തനും. ഹൈപ്പ് മേളിലോട്ട് വണ്ടി താഴോട്ട്. എന്നാ നീ വന്ന് മേളിലോട്ട് പൊക്കിത്താടാ വണ്ടി. കമന്റ് ഇടുന്നവന് ഇട്ടോണ്ട് ഇരിക്കാനേ പറ്റത്തുള്ളു. നീ വന്നെന്നാ കാറിന്റെ ഹൈപ്പ് മേളിലോട്ട് പൊക്ക്. നിനക്ക് പണിയാറങ്ങി മേളിലോട്ട് വന്ന് പൊക്കടാ. ഇതിന്റെ കുറെ ഒരാഴ്ചയാണ് അവന്മാരുന്നത്. ഒരാഴ്ച ഇത് ഈ വണ്ടിക്ക് കുറെ ബഗ് ഉണ്ടായിരുന്നു. ആ ബഗ് ഒരു ലിമിറ്റേഷൻ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണിത്. ഇത് കുറെ ബഗ് ഉണ്ട്. ആ ബഗ് എല്ലാം മാറ്റിയെടുത്താണ് അവൻ കഷ്ടപ്പെട്ട് ചെയ്തത്. സെക്കൻഡും ടോണി എന്ന് പറഞ്ഞ പയ്യനോട് ഉമ്മ വന്ന് എന്തേലും ഇവന്റെ ഒക്കെ വിചാരം നോർമൽ 2 ടൈപ്പ് ചെയ്യുമ്പോൾ മെക്യൂൻ വരും, സെർവറിൽ ഉടനെ കയറും. ബുദ്ധിയില്ലാത്ത കുറെ മണ്ടന്മാരുണ്ട്. സത്യം പറയല്ല. ഓട്ടെ പ്രതീക്ഷയിൽ അത്ര ഹൈപ്പില്ല. ഓട്ടെ കാർ കൊള്ളാം, ഇടാം. മറ്റേ ഇടുന്ന വെച്ചാല് ഫ്രെഡി ഗെയിമിങ് എല്ലേ ഫ്രെഡി നീ കൊണ്ടുവന്ന് നീ പറഞ്ഞ വണ്ടി പണിഞ്ഞു കയറ്റി. ആ പറഞ്ഞ അത്ര കേൾപ്പില്ല. ഓക്കെ ബ്രോ, അതൊക്കെ ഞാൻ വാല്യുബിൾ കമന്റ്സ്, അതൊക്കെ സമ്മതിക്കുന്നു. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഈ കാർ കൊള്ളത്തില്ല എന്ന് പറയാനായിട്ടൊന്ന് കൊള്ളാന്നൊരു കാർ ഉണ്ടാക്കി താടാ. Looking for change, looking for pain, pulling a mob, pushing a train. I'll never stop, stick to a lane, pick up the pieces and go rearrange. I'll be the best. ഹലോ ഞാൻ പലരുണ്ട്. വണ്ടി മേടിക്കട്ടെ. വെയിറ്റ് പോയാ അതൊക്കെ അത്ര ഉള്ളു. എന്തൊരു ഹാൻഡ്ലിങ് എങ്ങനെയുണ്ട്? എടാ സെക്ക, എടാ നിങ്ങൾ പോയടാ. സെക്കനും ടോണിയും പോയടാ. ടോണി സെക്ക മാറൽ കസ്റ്റം ബിഗ് സല്യൂട്ട് ഗൈസ്. താങ്ക് യു സോ മച്ച്. ഉമ്മ അളിയാ സെക്ക താങ്ക് യു. കണ്ണനൊക്കെ എനിക്ക് മാത്രമേ എടുത്തുള്ളൂടാ. ചന്ദ്രു ഇത് ഈ കണ്ണ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇച്ചിരി ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇതിന്റെ ചെയ്തേക്കുന്നത് മറ്റേ ലെവലില്ലേ, മറ്റേ ടോണി. വേറെ ടോണിയാണ് ചെയ്തേക്കുന്നത്. അത്രേ ഉള്ളു. എല്ലാരും കളിയാക്കുമ്പോഴേ എന്തിനു അത് ഈ ഇതിന്റെ അത്ര റോഡ് പ്രസൻസ് ആയിരുന്ന വണ്ടിയിൽ സിറ്റി വരുമോ എന്തിനു? ഇതൊക്കെ ചുമ്മാ വെച്ച് കിട്ടില്ല. അതിന്റെ ഒരു വണ്ടി ഉടനെ ഇറങ്ങുന്നുണ്ട്. നീ ഇങ്ങനെ നടക്കുമ്പോ നീങ്ങുന്നുണ്ട്. വെയിറ്റ് ഇല്ല വണ്ടിക്ക്. ഹലോ പുള്ളി ഇപ്പൊ വരൂ. ആര്? ആ കണ്ണമോനെ. വണ്ടി കാണാൻ വന്നതാണോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇങ്ങോട്ട് വന്നേ, ഞാൻ ഇതിവിടെ തന്നിട്ട് അങ്ങ് പോവാ. വന്നേ. ഇതാരാ? ഇത് ആദംബ്രല്ലേ? ചന്ദ്രൻ നമുക്ക് വണ്ടി ഗിഫ്റ്റ് ചെയ്ത ഈ പുള്ളിയാണ് കേട്ടാ. ലീഡാണേ കേട്ടോ. ഇത് നമ്മുടെ സേവ്സിന്റെ ലീഡാണ്. സേവ് വണ്ടിയുടെ മോഡലും കാര്യങ്ങളൊക്കെ അനിമേഷനിൽ ചെറിയ അനിമേഷനിൽ ചെയ്താരായിരുന്നു ഈ കണ്ണിന്റെ അനിമേഷൻ ചെയ്തത് മറ്റേ ടോണി. എന്തോ ഇതിവിടെ തന്നിട്ടങ്ങ് ഇതെന്താ ഇതെന്താ പൈസയാ? കിട്ടിയില്ലേ? 1 കോടിയാ? യൂസ് ചെയ്യേ. എന്റെ പൈസ ഉണ്ടായിരുന്നു. അല്ലല്ല അതിരിക്കട്ടെ, സമ്മാനം നമ്മളല്ലാതെ കയ്യിലൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത് കണ്ണാപ്പി അറിയായിരിക്കുമല്ലോ, കണ്ടു കാണുമല്ലോ അവിടെ വെച്ചിട്ട്. കണ്ടു കാണുമല്ലോ നിങ്ങൾ നേരത്തെ. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ. ഈ വണ്ടി ഒന്ന് പേര് ചെയ്തിട്ട് വരാമേ. വണ്ടി ഒന്ന് പേര് ചെയ്ത് തരണേ. പോലെ ഹലോ ദൈവം. ഹലോ ചന്ദ്രപ്രഭു കാണാം. അപ്പൊ നമ്മളൊന്ന് അങ്ങോട്ട് പോവാ. ഞാൻ സത്യം പറയാൻ പോണേ. എന്തിനു
ഇത് സ്വന്തമല്ല, ഇത് സാമ്പിൾ ആയിരുന്നല്ലേ നാട്ടുകാരെല്ലാം ഇത് വിളിച്ചിട്ട് ലോഞ്ച് മാത്രമേ ഉള്ളൂ, വണ്ടി സ്വന്തമായിട്ട് കിട്ടൂല. ആ അത് പ്രീമിയം എടുത്താലേ ഇതില് കിട്ടൂ. ആ അപ്പൊ നീ പ്രീമിയം എടുത്തിട്ടില്ല, ചുമ്മാ ഇരട്ടെ കണ്ണാ. പ്രീമിയം എടുത്താലും പറഞ്ഞ് മതാരൊക്കെ പ്രീമിയം എടുക്കുന്ന കാശ് കിട്ടിയാലേ 4 മാസം ഫുഡ് കഴിക്കും. ഹലോ മാറൽ കത്താൻ സുമ്മാ. ഇത് വണ്ടി എന്റെ പേരിലൊന്നും എഴുതാ തന്നായിരുന്നേ. ഒരു മിനിറ്റ് ആദ്യത്തെ സന്തോഷം നടത്തിയില്ല കേട്ടോ. അഡ്മിന് എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല ഇപ്പൊ. അഡ്മിൻ നേരത്തെ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ചന്ദ്രൻ എല്ലാരും മറ്റേ ഒരുമാതിരി വന്നിട്ട് ഓ അറ്റ്ലീസ്റ്റ് വണ്ടി ഉണ്ട് കൊള്ളാന്ന് പോലും പറഞ്ഞു. വന്നപ്പോഴേ എല്ലാരും അങ്ങ് തുപ്പോ ഒരുമാതിരി രീതിയില്. ബാക്കിയുള്ളവരുടെ വണ്ടി ഇനി സിറ്റിയിൽ ഒരുത്തവന്മാരുടെ വണ്ടിയൊക്കെ ലോഞ്ച് ചെയ്യട്ടെ. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അടുത്ത നീ വിളിച്ച ഹൈപ്പ് എന്തായിരുന്നു? മറ്റേ ഓഡിയോ സിനിമ പേരിലാക്കി തന്നെ. നമ്പർ പ്ലേറ്റ് എന്താ വേണ്ടേ? നമ്പർ പ്ലേറ്റ് ഇല്ല വണ്ടിക്ക്. അല്ല നമുക്ക് പേരിലിടുമ്പോ ഒരു നമ്പർ നമ്പർ പ്ലേറ്റ് അന്തേരി കിങ്. അത്ര വലിയ നമ്പർ പ്ലേറ്റുള്ള നിന്റെ അച്ഛനല്ലേ ഇവിടെ മറ്റേ ഇത് അടിക്കുന്നത്, ഫ്ലൈറ്റ് അടിക്കുന്നത്. അന്തേരി വേണ്ട. കണ്ണാപ്പി 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 മറ്റേരുണ്ട്. കണ്ണൻ നിടണ്ട. അന്തേരി ഈ ഒടീന്ന് ഇറങ്ങിയ സമയത്ത് നല്ല പ്രൊമോഷൻ ആയിരുന്നു ഇല്ലേ? അപ്പൊ സോമായിട്ട് ആൾക്കാർ കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ ഒരുത്തനേലും? എടാ കൊള്ളാം, പക്ഷെ നീ എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത്? ഹൈപ്പൊന്നും കൊടുത്തില്ല. ഷോറൂമിൽ നിന്ന് ജസ്റ്റ് ഇറക്കാനുള്ള സാധനം ഉള്ളു. സത്യം പറഞ്ഞ ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് വണ്ടി വിസിബിൾ ആയാലും ഞങ്ങൾ നടന്നു വരുന്നത്. എന്തിനാണ് ഈ 3 ബസ്സൊക്കെ? ആ ബസ് തന്നെ അടിപൊളിയാണ് കേട്ടാ. വണ്ടി കണ്ടപ്പോ തന്നെ മുച്ചിരി എഫൈറ്റ് അടിച്ചു. കിട്ടിയാ കാടൂല നമ്പർ പ്ലേറ്റ് എന്തായാലും കാണില്ലല്ലോ. അപ്പൊ ചന്ദ്രൻ എല്ലാരും അതെ ഈ വണ്ടി സേവാക്കാൻ പറ്റില്ല. ഗാരേജ് ഒന്ന് എടുക്കണം കേട്ടാ. ഗാരേജിൽ നിന്നല്ലേ അത് എടുക്കാം. ഈ വണ്ടി അപ്പൊ എന്റെ അല്ലേ? അല്ല ഇത് സ്പോൺ ചെയ്ത വണ്ടിയാ. അപ്പൊ ഒന്ന് ടി വി അടിച്ചേരെ. നമുക്ക് നടക്കാം. നടന്നോ? ഇനി ഈ വണ്ടി വെച്ചുള്ള RP പള്ളി ഉണ്ടല്ലോ. വിശാരിക്കണം.